ഒരു ബിടെക് കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അതോ ഡേറ്റ സയൻസ് പോലുള്ള സ്ട്രീമുകൾ എടുത്ത് പഠിക്കണോ? ധാരാളം പേരൻസിന്റെ ഡൗട്ട്സുകൾ വരുന്നത് കൊണ്ട് എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, കമ്പ്യൂട്ടർ സയൻസും ഡേറ്റ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് എന്ന് നമുക്കൊന്ന് തിങ്ക് ചെയ്യാം. നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ബിടെക്കിൽ കോർ കോഴ്സസ് 4 പക്ഷെ അതിനോടൊപ്പം കമ്പൈൻ ചെയ്യാം കോർ കോഴ്സസിൽ ഒരെണ്ണമായി കമ്പ്യൂട്ടർ സയൻസിനെയും. ഏതൊക്കെയാണ് ഈ 4? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് സിവിൽ. ഇതാണ് കോർ കോഴ്സസ്. ഇതിനോടൊപ്പം 5ാമത്തെ ഒരു കോർ കോഴ്സായി കമ്പ്യൂട്ടർ സയൻസിനെയും നമുക്ക് ഉൾപ്പെടുത്താം. ഇനി എന്താണ് ഈ കമ്പ്യൂട്ടർ സയൻസും ഇപ്പോഴത്തെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റ സയൻസ് ബിടെക് കോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതിൽ ഏതാണ് ഞാൻ എടുത്ത് പഠിക്കേണ്ടത്? പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏത് സ്ട്രീം ആണെങ്കിലും എനിക്കിത് സ്യൂട്ടബിൾ ആണോ, എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണോ എന്ന് തിങ്ക് ചെയ്തിട്ട് വേണം ഓരോ കോഴ്സും നാം ചൂസ് ചെയ്യാൻ. ഇനി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും ഡേറ്റ സയൻസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞത്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഈ സെക്ടറിലെ കമ്പ്യൂട്ടർ ഫീൽഡിലെ ഒരു കോർ കോഴ്സാണ്. അതൊരു ഫൗണ്ടേഷൻ കോഴ്സാണ്. മൾട്ടിപ്പിൾ ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കോഴ്സാണ് ഏത്? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത് പഠിക്കുന്നവർക്ക് ഏത് ഹയർ ഓപ്ഷൻസിലേക്കും സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട്. പക്ഷേ ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലൈസേഷൻ ആണ്. ആ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ അതെടുക്കാം. അങ്ങനെയല്ല, കമ്പ്യൂട്ടർ മേഖലയിലെ വിവിധ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസുമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ബെസ്റ്റ് സ്ട്രീം. ഇനി ഇത് 2 സ്ട്രീം എടുത്താലും ഇതിൽ പഠിക്കാനുള്ള കണ്ടന്റിലേക്ക് നമുക്കൊന്ന് പോയാലോ? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ പ്രോഗ്രാമിംഗ്, ഡേറ്റ സ്ട്രക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകളെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഡേറ്റ സയൻസിൽ നാം പഠിക്കുന്നത് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പൈത്തൺ ആൻഡ് ഡേറ്റ ടൂൾസ്, ഇതേപോലുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് ആൻഡ് ഡേറ്റ സയൻസിൽ പഠിക്കേണ്ടി വരിക. അപ്പൊ ഈ 2 കോഴ്സിന്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, ഫ്യൂച്ചർ എന്താണ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഈ 5 കോർ കോഴ്സുകളിൽ വരുന്ന കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അതോ സ്പെഷ്യലൈസ് ചെയ്തു വരുന്ന ആൻഡ് ഡേറ്റ സയൻസ് പോലുള്ള ബിടെക് ബ്രാഞ്ചുകൾ എടുക്കണോ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.